പരിവർത്തനമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലരെങ്കിലും പറഞ്ഞേക്കാം, സ്വാമി പറയുന്നത് ശരിയാണ്, ലോകം മുഴുവൻ സനാതനധർമ്മം വ്യാപിക്കുന്നുണ്ട്, പക്ഷേ ഗ്രോത്ത് റേറ്റ് നോക്കിയാൽ അതിനേക്കാൾ കൂടുതൽ ഇസ്ലാമാണ് വ്യാപിക്കുന്നത് എന്ന് സ്ഥിതിവിവര കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പലരും പറഞ്ഞേക്കാം. ഇന്നലെ കാസർഗോഡ് പ്രസംഗത്തിന് വേണ്ടി പോകുമ്പോൾ റോഡ് സൈഡിലൂടെ നടന്നു പോകുന്നുണ്ട് അയ്യപ്പന്മാർ. പ്രസാദേട്ടൻ മലയ്ക്ക് പോയിട്ടുണ്ടോ? ഈ വർഷം പോയി. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ ഈ മലയ്ക്ക് പോയിട്ട് ഈ കാല് പൊട്ടിയിട്ട് വെള്ള തുണി വെച്ചിട്ട്, ഇതുപോലത്തെ വെള്ള തുണി വെച്ചിട്ട് കാല് കെട്ടിയിട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പൊ ഞാൻ വണ്ടി ഒന്ന് സൈഡിൽ നിർത്തിയിട്ട് അവരോട് നമസ്കാരം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നോക്കി. അപ്പൊ മലയാളം അറിയുന്നവരൊന്നല്ല, ഒരു കർണാടകയിൽ നിന്ന് വരികയാണ്. കർണാടകയിൽ നിന്ന് നടന്ന് കാസർഗോഡ് വഴി എവിടെ പോവാണ്? മലയ്ക്ക് പോവാണ്. അപ്പൊ ഞാൻ നോക്കിയത് അവരുടെ കയ്യിൽ ലൈവ് ഇടാനുള്ള മൊബൈലോ സ്റ്റാൻഡോ ഒക്കെ ഉണ്ടാകുന്ന നോക്കിയത്. കാരണം എന്താ, നമുക്കിതേ അറിയുള്ളൂ. അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രണ്ട് മതപണ്ഡിതർ തമ്മിലുള്ള വ്യത്യാസം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഹിന്ദു സന്യാസി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത് ഇസ്ലാമിനെ തീവ്രവാദിയായും അതുപോലെ തന്നെ വർഗീയവാദത്തിലൂടെയും പോപ്പുലേഷൻ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സംഘടനയായിട്ടാണ് കാണുന്നത്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഇസ്ലാം മതപണ്ഡിതനാണ്. അദ്ദേഹം ഹിന്ദു മതത്തിലുള്ള നല്ല കാര്യങ്ങൾ മുസ്ലിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് തൻ്റെ മതത്തിൽപ്പെട്ട ആൾക്കാരെ തിരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇവർ തമ്മിലുള്ള വ്യത്യാസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് നല്ല ഹിന്ദു സന്യാസിമാരുണ്ട്. അവരെയൊന്നും ഞാൻ ഈ ഗണത്തിൽ പെടുത്തുന്നില്ല. അദ്ദേഹം ഒന്നുകിൽ BJP അല്ലെങ്കിൽ ഒരു RSSകാരനോ അതുമല്ലെങ്കിൽ ഒരു വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകനോ അതുപോലത്തെ എന്തെങ്കിലും ഒരു സംഖ്യയോ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽപ്പെട്ട പരാമർശങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ പേരോ പരാമർശങ്ങളോ ഒന്നും ഞാനിവിടെ നടത്തുന്നില്ല. ആദ്യമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിമെ കുറിച്ചും അവരുടെ പോപ്പുലേഷനെ കുറിച്ചും എല്ലാം സംസാരിക്കുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. പരിവർത്തനമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലരെങ്കിലും പറഞ്ഞേക്കാം, സ്വാമി പറയുന്നത് ശരിയാണ്, ലോകം മുഴുവൻ സനാതനധർമ്മം വ്യാപിക്കുന്നുണ്ട്, പക്ഷേ ഗ്രോത്ത് റേറ്റ് നോക്കിയാൽ അതിനേക്കാൾ കൂടുതൽ ഇസ്ലാമാണ് വ്യാപിക്കുന്നത് എന്ന് സ്ഥിതിവിവര കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പലരും പറഞ്ഞേക്കാം. എങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ വ്യാപിക്കുന്ന ഇസ്ലാം റിലീജിയസ് ഇസ്ലാം അല്ല. ഒന്ന് പൊളിറ്റിക്കൽ ഇസ്ലാം, രണ്ട് ടെററിസ്റ്റ് ഇസ്ലാം. റിലീജിയസ് ഇസ്ലാം അധികം വ്യാപിക്കുന്നില്ല, വ്യക്തമായി പറയാൻ സാധിക്കും. അതുകൊണ്ട് ആവർത്തിക്കുന്നു, അബദ്ധങ്ങളൊന്നും വിളിച്ചു പറയാനൊന്നും പറ്റില്ല. നിങ്ങളെക്കാൾ ശ്രദ്ധാലുക്കളായ 4 പേര് ഇവിടെ ഇങ്ങനെ കേട്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അതിന്റെ കണ്ണ് വെട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊന്നും നാളെ മാറ്റി പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആവർത്തിക്കുന്നു, ഇന്ന് ലോകത്തിൽ പ്രചരിക്കുന്ന ഇസ്ലാം റിലീജിയസ് ഇസ്ലാം അല്ല, മറിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാമും ടെററിസ്റ്റ് ഇസ്ലാമാണ്. സനാതന ധർമ്മമാണ് പ്രചരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിവരണം തീർച്ചയായും നിങ്ങൾ കേട്ട് കാണും. മുസ്ലിമിന്റെ വളർച്ച എന്തുകൊണ്ടാണ് എന്ന് അഗാധമായി പഠിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, 2 കാര്യങ്ങൾ കൊണ്ടാണ് ഇവിടെ മുസ്ലിമുകൾ വളരുന്നത് എന്നാണ് പറയുന്നത്. മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരെ തീവ്രവാദികളാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ വർഗീയവാദികളാക്കിക്കൊണ്ട് ഇവിടെ ഹിന്ദുവിന് വളർച്ച ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ആ ഹിന്ദു സന്യാസി മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം അത്തരത്തിൽപ്പെട്ട ഒരു പരാമർശവും അതുപോലെ തന്നെ പ്രതികരണവും അദ്ദേഹത്തിനെ പോലെ വളരെ മുതിർന്ന ഒരു പണ്ഡിതന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സന്യാസിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. വളരെ വിഷമം എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. നിങ്ങൾ സനാതനധർമ്മം വളർത്തണം, ഹിന്ദു മതത്തെ നിങ്ങൾ വളർത്തണം, പക്ഷെ അതെന്തിനാണ് ഒരു മതത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് നിങ്ങൾ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മതത്തിലുള്ള നന്മകൾ അല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിലുള്ള പോരായ്മകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങളുടെ മതത്തെയും ഇതുപോലെ തന്നെ വളർത്താൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. മറ്റൊരു മതം വളരുമ്പോൾ തീർച്ചയായിട്ടും ഉത്കണ്ഠപ്പെട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല. ആ മതത്തിൻ്റെ നന്മകളും അതുപോലെ തന്നെ അതിൻ്റെ സവിശേഷതകളും ആൾക്കാരിലേക്ക് ആകർഷിക്കുന്നത് കൊണ്ടായിരിക്കാം ആ മതത്തിന് ഒരുപാട് അനുയായികളെ കിട്ടുന്നതും അതുപോലെ തന്നെ നിങ്ങൾ പറയുന്നത് പോലെ ഗ്രോത്തുകൾ കൂടിക്കൊണ്ടിരിക്കുന്നതും. അതിൽ നിങ്ങൾ ഉത്കണ്ഠ പൂണ്ടുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് അവരെ തീവ്രവാദികളാക്കിക്കൊണ്ട് എത്ര നാൾ നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയുമെന്നാണ് എനിക്ക് സസ്നേഹം നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഇതിൽ നിന്നെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇത്തരം സംഘപരിവാർ ശക്തികളിൽ നിന്ന് അച്ചാരം വാങ്ങിക്കൊണ്ട് അവരുടെ കുട പിടിച്ചുകൊണ്ട് അവരുടെ കുടക്ക് കീഴിൽ നിന്നുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നല്ല ഹിന്ദുക്കൾ, നല്ലതായ സന്യാസിമാരെല്ലാം നമ്മുടെ കേരളത്തിലുണ്ട്. അവരെ ആരും ഞാൻ ഈ ഗണത്തിൽ പെടുത്തുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായത്തോട് 100% വിയോജിക്കുന്ന ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങളും നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്.
അതുപോലെ തന്നെ ഒരു ഇസ്ലാമിക പ്രഭാഷകനായ നൗഷാദ് വാഖവി ഇതിനെല്ലാം വളരെ നർമ്മത്തിൽ ചാലിച്ചുകൊണ്ട് അതും ഹിന്ദുക്കളുടെ നമ്മുടെ ശബരിമലക്ക് പോകുന്ന സമയത്തുള്ള പാട്ടുകളെല്ലാം പാടിക്കൊണ്ട് ഇതിന് മറുപടി കൊടുക്കുന്ന വളരെ രസികമായ ഒരു മറുപടിയുണ്ട്. അതുകൂടി നമുക്കിത് കേൾക്കാം. ഇന്നലെ കാസർഗോഡ് പ്രസംഗത്തിന് വേണ്ടി പോകുമ്പോൾ റോഡ് സൈഡിലൂടെ നടന്നു പോകുന്നുണ്ട് അയ്യപ്പന്മാർ. പ്രസാദേട്ടൻ മലയ്ക്കോട്ടുണ്ടോ? ഈ വർഷം പോയി. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ ഈ മലയ്ക്ക് പോയിട്ട് ഈ കാല് പൊട്ടിയിട്ട് വെള്ള തുണി വെച്ചിട്ട് ഇതുപോലത്തെ വെള്ള തുണി വെച്ചിട്ട് കാല് കെട്ടിയിട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പൊ ഞാൻ വണ്ടി ഒന്ന് സൈഡിൽ നിർത്തിയിട്ട് അവരോട് നമസ്കാരം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നോക്കി. അപ്പൊ മലയാളം അറിയുന്നവരൊന്നല്ല, ഒരു കർണാടകയിൽ നിന്ന് വരികയാണ്. കർണാടകയിൽ നിന്ന് നടന്ന് കാസർഗോഡ് വഴി എവിടെ പോവാണ്? മലയ്ക്ക് പോവാണ്. അപ്പൊ ഞാൻ നോക്കിയത് അവരുടെ കയ്യിൽ ലൈവ് ഇടാനുള്ള മൊബൈലോ സ്റ്റാൻഡോ ഒക്കെ ഉണ്ടാകുന്ന നോക്കിയത്. കാരണം എന്താ, നമുക്കിതേ അറിയുള്ളൂ. നമ്മളൊന്ന് മക്കത്ത് പോയാൽ നമ്മളപ്പോഴും തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഹറമിലെത്തിയിട്ടുണ്ട്, ജിദ്ദയിലെത്തിയിട്ടുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് അല്ലെ. ഒരയ്യപ്പനും ഞാൻ പത്തനംതിട്ട എത്തിയിട്ടുണ്ട്, ഹലോ ഗൈസ് ഞാൻ പത്തനംതിട്ട എത്തിയിട്ടുണ്ടെന്ന് ഒരു അയ്യപ്പനും പറഞ്ഞിട്ടില്ല. ഞാൻ വാവർ പള്ളിയിൽ എത്തിയിട്ടുണ്ടെന്ന് ഒരു അയ്യപ്പനും പറഞ്ഞിട്ടില്ല. അവരുടെ പോക്കും അവരുടെ വസ്ത്രവും അവരുടെ തലയിലിരിക്കുന്ന ആ ഇരുമുടിക്കെട്ടും ഒക്കെ കണ്ടാൽ സത്യത്തില് നമ്മുടെ ചെറുപ്പക്കാരോട് അവരെ മുമ്പ് നിർത്തിയിട്ട് കുറച്ച് വാഴ്ന്നു പറയാൻ തോന്നിപ്പോ. നമുക്കെല്ലാം ഇങ്ങനെ എല്ലാവരെയും കാണിച്ച് പെരുമനടിച്ച് നശിപ്പിക്കലാണ് നമ്മുടെ ആഗ്രഹം. സത്യത്തിൽ അവരോട് ഇപ്പൊ പ്രസാദേട്ടനൊക്കെ ഇരിക്കല്ലേ, ഇരുമുടി താകി ഒരു മല താകി ഗുരുവിനമേ വന്തോ, ഇരുവിനെ തീർക്കും യവനെയും വെല്ലും തിരുവടിവേ കാണവന്തോ, പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാണിക്കമത്ത് സാമിയെ അയ്യപ്പോ അയ്യപ്പോ സാമിയേ, നെയ്യഭിഷേകം സാമിക്ക് കർപ്പൂര ദീപം സാമിക്ക്, അയ്യപ്പന്മാർകളും കൂടിയിരിക്കാൻ അയ്യനെ നെഞ്ചിന്നൊടിയിടേ സാമിയെ അയ്യപ്പോ എന്ന് പറയാനും പാടാനും അവർ കാണിക്കുന്ന ഒരു ആവേശം ഉണ്ടല്ലോ. അവർക്ക് ഞാൻ ഈ പോകുന്നത് ആര് കണ്ടാലെന്താ, എന്റെ തലയിലിരിക്കുന്നത് ആര് കണ്ടാലെന്താ, ആര് കണ്ടില്ലെങ്കിൽ എന്താ, ആര് ഫോട്ടോ എടുത്താൽ എന്താ, ആര് ഫോട്ടോ എടുത്തില്ലെങ്കിൽ എന്താ, അങ്ങനെ പോവാണ്. കാല് പൊട്ടുന്നുണ്ട്, രക്തം വരുന്നുണ്ട്, തുണി വെച്ച് കെട്ടുന്നുണ്ട്, അങ്ങനെ നടക്കന്നെ. ഈ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ തന്നെ എത്ര ക്ഷീണം ഉണ്ടാവും. പിന്നെ ചിലരങ്ങനെ പ്രാക്ടീസ് ആവും, കുറെ നടക്കുമ്പോൾ അതങ്ങനെ തലയിൽ വെച്ചിട്ട് അങ്ങനെ തന്നെ പോകലുണ്ട്. സത്യം പറഞ്ഞാൽ അവരോട് ബഹുമാനം തോന്നിപ്പോവാണ്. അവരെ കാണുമ്പോൾ വണ്ടി ഒന്ന് സ്ലോ ചെയ്തിട്ട് അവരോടൊന്ന് നോക്കി മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പോകാം. നമ്മുടെ കേരളം അങ്ങനെയാണല്ലോ. പലരും അതിനെ വേറെ രീതിയിലേക്ക് ആക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന പ്രസാദിനെ പോലെ അല്ലെങ്കിൽ മറ്റു വേദികളിൽ ഇരിക്കുന്നവരെ പോലെയൊക്കെ നമ്മുടെ മനസ്സിനൊരു വലിയ സന്തോഷം ഉണ്ടാവും. ഈ അസുഖം എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് അത് ഒരു മതത്തിന് വേണ്ടി മാത്രം വേർതിരിച്ചു കൊടുക്കുന്ന ഒന്നല്ല, എല്ലാവർക്കും വരുന്നതാണ്. നമ്മളെല്ലാവരും സഹകരിക്കുകയും അവരുമായി ബന്ധപ്പെട്ട് സഹായിക്കുകയും പലവിധ വിഷയങ്ങൾ ഇടപെടുകയൊക്കെ ചെയ്യണം. നമ്മൾ ഏത് നന്മ ചെയ്താലും ആ സമയത്ത് ഇബ്ലീസ് ലഅനത്തുള്ളാഹി വരും. അള്ളാഹുവിനോട് പറഞ്ഞതെന്താ, കരുണക്കടലായ പടച്ചവനെ, അവരുടെ റൂഹുള്ളിടത്തോളം കാലം അർവാഹും ഫീ അജ്സാദിഹിം, അവരുടെ ഹൃദയങ്ങളിൽ അവരുടെ ശരീരത്തിൽ അവരുടെ റൂഹുള്ളിടത്തോളം കാലം ഞാൻ അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. ആ നാശം വന്നാലും ചെറുപ്പക്കാരാ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല. നമ്മൾ നിസ്കാരം തുടങ്ങാൻ തീരുമാനിക്കുമ്പോൾ പിശാചവന്റെ ചില തന്ത്രങ്ങളുമായി നമ്മളിലേക്ക് വരും. രക്തത്തിളപ്പുള്ള പ്രിയപ്പെട്ട പെൺമക്കളെ, 15 വയസ്സ് വരെ 14 വയസ്സ് വരെ ഉമ്മാനെടുത്തിരുന്നു സ്വലാത്ത് ചൊല്ലിയ മോള, പിന്നെ 15 വയസ്സ് കഴിഞ്ഞാൽ മോക്ക് സമയം കിട്ടുന്നില്ല. ഉമ്മാന്റെ കൂടെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് യാസീൻ ഓതിയിരുന്ന മോള 15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ സമയം കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? കാലിടറുകയാണ്. പിന്നെ ശരീരത്തിന്റെ സൗന്ദര്യത്തിന്റെ പിന്നാലെ, മനസ്സിന്റെ മോഹവലയങ്ങളുടെ പിന്നാലെ ചിറക് വിടർത്തിയിട്ട് അങ്ങനെ പറന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മുടെ മക്കൾ പിന്നെ ചെന്ന് വീഴുന്നത് അധപതനത്തിന്റെ പടുകുടിയില. കള്ളുകുടിച്ചിട്ട് എസ്ഐയുടെ നെഞ്ചത്തേക്ക് കാൽവെക്കി ചവിട്ടാൻ മാത്രം ഒരു പെണ്ണിന്റെ ധൈര്യം വന്നു പോയെങ്കിൽ അതൊരു മാസം കൊണ്ട് കിട്ടിയ ധൈര്യമല്ല. തന്റെ ചെറുപ്പക്കാരൻ തുടങ്ങുന്ന സമയം മുതൽ തന്റെ ശരീരം ആഗ്രഹിക്കുന്നതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹു ആ ശരിക്കപ്പെട്ടവനോട് പറഞ്ഞതെന്തെന്നറിയോ, നീ എന്റെ യുവാക്കളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി ചെല്ലുമ്പോ അവരെന്നോട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നിടത്തോളം കാലം ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് കരുണക്കടലായ പടച്ചറബ് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒന്നാമത്തത് പാതിരാത്രിയിലെ പ്രാർത്ഥനയാണെങ്കിൽ രണ്ടാമത്തത് അല്ലാഹുവിനോട് യജമാനായ പടച്ചവനോട് പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞു, ഇതുവരെ ചെയ്തുപോയ കറുപ്പ് ബാധിച്ച ജീവിതത്തിന്റെ ഇന്നലകളെ വെളുപ്പിക്കാൻ നിന്റെ ഇസ്തിഗ്ഫാറിന് സാധിക്കുമെന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, പടച്ചോനെ എന്റെ പാപങ്ങൾ പൊറുക്കണയല്ല. ഒരുപാട് ഗുണമുണ്ട് ഇസ്തിഗ്ഫാറിന്. അപ്പോൾ ഇത് തന്നെയാണ് ആ ഹിന്ദു സന്യാസിക്കുള്ള ഏറ്റവും രസകരമായ ഒരു മറുപടി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. വളരെ സരസമായ രീതിയിൽ തൻ്റെ നാർമല്യമെല്ലാം ആ പ്രഭാഷണത്തിൽ ചാലിച്ചുകൊണ്ട് അദ്ദേഹം ഹിന്ദുക്കൾ ശബരിമലക്ക് പോകുന്ന സമയത്തുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മെ തിരുത്തി തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുത്തത്. അദ്ദേഹം പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. നമ്മളൊരു ഉംറയ്ക്ക് പോവുകയാണെങ്കിൽ ആദ്യം ജിദ്ദയിലെത്തിയാൽ ആദ്യത്തെ സെൽഫി നമ്മളിടും.
ഇതാ ഞാൻ ഉംറയ്ക്ക് പോവുകയാണ്, ഞാൻ ജിദ്ദയിലെത്തിയിരിക്കുന്നു, ഇതാണ് ജിദ്ദ. ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മക്കയിൽ ഇറങ്ങിയാൽ ആദ്യത്തെ 2ാമത്തെ സെൽഫി നമ്മളിടും, ഇതാണ് മക്ക, നിങ്ങൾ കാണുമെങ്കിൽ കണ്ടോളി, ഞാനിവിടെ എത്തിയിട്ടുണ്ട്, എൻ്റെ ഫസ്റ്റ് ഉംറയാണ്, എല്ലാവരും ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് 2ാമത്തെ സെൽഫി ഇടും. ഇനി 3ാമത്തെ സെൽഫി പോകുന്നത് കാബയുടെ അടുത്തെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാബ കാണിച്ചുകൊണ്ട് 3ാമത്തെ സെൽഫിയും ഇടും. അതാണ് സ്വകാര്യമായി പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുവിധം ആൾക്കാർ എല്ലാവരും ഫസ്റ്റ് വരുന്ന സമയത്ത് ചെയ്തു പോകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഉസ്താദ് നമ്മോട് പറയുകയാണ്, അദ്ദേഹം കണ്ട ആ ശബരിമലക്ക് പോകുന്ന യാത്ര വഴി കണ്ട ആൾക്കാർ തീർച്ചയായിട്ടും തലയ്ക്കെട്ടെല്ലാം കെട്ടി കാലിൽ നിന്ന് രക്തം വരുന്നതിന് ഒരു മുറിവ് അത് മുണ്ടുവെച്ച് കെട്ടിയെല്ലാം ഇങ്ങനെ വളരെ സരസമായി പാട്ടും പാടി ഇങ്ങനെ പോകുന്ന ആൾക്കാരാണ്. അവർക്ക് സെൽഫി എടുക്കുന്നതെന്നോ ആരെങ്കിലും കാണണമെന്നോ ഞങ്ങളുടെ ഇത്തരം ചെയ്തികൾ ആരെങ്കിലും അറിയിക്കണമെന്നോ യാതൊരു ഉത്കണ്ഠയും അത്തരം ഒരു പ്രവർത്തനവുമില്ല. അത്തരം നല്ല ആൾക്കാരും തീർച്ചയായിട്ടും അത്തരം സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അത് നമ്മൾ പാഠമാക്കണം. അത് തന്നെയാണ് നമ്മോട് നൗഷാദ് ഉസ്താദ് വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു തരുന്നത്. ആ നന്മ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഏറ്റവും വലിയ ഒരു പാകപ്പിഴവ് തന്നെയാണ് അത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം കാര്യങ്ങൾ ഒരു അമല് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹജ്ജ്, ഉംറ എന്നൊക്കെ പറയുന്നത്. അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തെങ്കിലും നമ്മുടെ വീഡിയോയും അതുമായി ബന്ധപ്പെട്ട ഫോട്ടോകളും പോസുകളും എല്ലാം നമ്മളൊന്ന് ഒഴിവാക്കി ആ സമയത്തെങ്കിലും നമ്മൾ പടച്ചോനിലേക്ക് മനസ്സ് പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് അത് ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണമാവുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഇനിയായും നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ശ്രദ്ധിക്കുക തന്നെ വേണം. ഇത് 2 ആൾക്കാർ തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മതത്തെ വളർത്താൻ വേണ്ടിയിട്ട് മറ്റൊരു മതത്തെ എങ്ങനെയൊക്കെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ മോശക്കാരാക്കാൻ വേണ്ടി പറ്റുമോ അതെല്ലാം ചെയ്തു വെക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ നൗഷാദ് ഉസ്താദ് ചെയ്തത് വർഗീയമായതിനെ എടുക്കരുത്. അദ്ദേഹം പറയുന്നത് ആ മതത്തിൽപ്പെട്ട നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് പകർത്താൻ വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ എടുത്ത് അതിനെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് മതവും അതുപോലെ തന്നെ ആ സമുദായവും വളരുകയും അതുപോലെ തന്നെ ആ സമുദായത്തിൻ്റെ നന്മകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സത്യം. തീർച്ചയായിട്ടും ഇത്തരം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാം പടച്ച തമ്പുരാൻ തൗഫീക്ക് നൽകട്ടെ. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇത്തരം തെറ്റുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആരുടെയെങ്കിലും ഉണ്ട് എങ്കിൽ അത് തിരുത്താനും ഈ വീഡിയോ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.